നമസ്കാരം എല്ലാവർക്കും. നോ, ഐ സെഡ് നോ. എനിക്ക് തീർച്ചയായും വരാൻ പറ്റില്ല. നോ എന്ന് പറയാൻ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ടോ? നമ്മളിൽ പലർക്കും പലപ്പോഴും പല അവസരങ്ങളിലും നോ പറയാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് നോ പറയുക എന്ന് പറയുന്നത് അസർട്ടീവ്നെസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരാളോട് ഒരു റിലേഷൻഷിപ്പ് പലപ്പോഴും ടോക്സിക് ആകാതിരിക്കാൻ നമ്മൾ നോ പറയുന്നതിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പൊതുവേ പാസീവ് അല്ലെങ്കിൽ അഗ്രസീവ്, മൂന്നാമത്തതാണ് അസർട്ടീവ്നെസ്. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന രീതി. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും ഭൂരിഭാഗവും പാസീവായിരിക്കും. എന്ത് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. പ്രത്യേകിച്ചും സ്ത്രീകൾ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ, മറ്റു ബന്ധുമിത്രാദികളുടെ ഇടയിലൊക്കെ നമുക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിൽ പോലും, നമുക്കൊട്ടും തന്നെ ആരോഗ്യപരമായി പറ്റത്തില്ലെങ്കിൽ പോലും നമ്മൾ അവിടെയൊന്നും നമ്മൾ നോ പറയാറില്ല. നമുക്കിഷ്ടമില്ലാത്ത ഭക്ഷണം, നമുക്കിഷ്ടമില്ലാത്ത വസ്ത്രം, നമുക്കിഷ്ടമില്ലാത്ത യാത്രകൾ, അങ്ങനെ ഈവൻ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും അല്ലേ, നമുക്ക് നോ പറയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വിജയം കൈവരിച്ച ആൾക്കാരെ, അല്ലെങ്കിൽ വിജയത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിയ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരിലെല്ലാവരും അസർട്ടീവ്നെസ് ഒരു പാഠമാക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോ പറയുന്നത് ഒരിക്കലും തെറ്റല്ല. വളരെ ശാന്തമായി ഞാൻ എൻ്റെ കാര്യം മറ്റൊരാളോട് പറയുന്നതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം അത് ഞാൻ ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഐ കനോട്ട് ഡു ദിസ് തിങ്, ഐ ആം ടയേർഡ്, ഐ നീഡ് സം റെസ്റ്റ് എന്ന് പറയുന്നിടത്ത് അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാകാൻ, നമുക്ക് പൊളൈറ്റായിട്ട്, എന്നാൽ വളരെ കാമായിട്ടാണ്, എന്നാൽ വളരെ കോൺഫിഡൻസോടുകൂടി, സെൽഫ് എസ്റ്റീമോടുകൂടി നമുക്ക് നോ പറയാൻ സാധിക്കും. നമ്മൾ നോ പറയുന്നതോടുകൂടി ആ സെൽഫ് എസ്റ്റീംസ് കൂടി തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നോ പറയുന്നത് ഒരിക്കലും ചീത്തയായ കാര്യമല്ല. അത് പറയുന്ന സമയത്ത് ഇപ്പം പല രീതിയിലും അഗ്രസീവായിട്ട് നോ പറയുന്നത്, അങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനായിട്ട് നമ്മൾ എതിർത്ത് സംസാരിക്കലല്ല. ഇവിടെ ഞാൻ എൻ്റെ ഭാഗം ഞാൻ ന്യായീകരിക്കുകയാണ്. അത് വളരെ ശാന്തമായി, എന്നാൽ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് ഞാൻ എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല എന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. മറ്റൊരു വ്യക്തി നമ്മളോട് നോ പറയുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിപ്പം കൂടെ നമ്മുടെ മനസ്സിനുണ്ടാവണം. കാരണം ഇപ്പം നമ്മളുടെ പാർട്ട്ണർ, നമ്മളുടെ കുഞ്ഞുങ്ങൾ, അവർ നമ്മളോട് നോ പറഞ്ഞാലും അത് എന്തുകൊണ്ടാണ് അവർ നോ പറഞ്ഞത്? അതൊരു അസർട്ടീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അവർക്കത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യാനും, അവരുടെ നോയെ നമ്മളും അത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള നമ്മൾ കാണിക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഇന്നൊരു ദിവസം ആ ഒരു ഭാഗമാക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമുക്കത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ശരി. Thank you.